സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളോട് MP പ്രദീപ് 2 വാക്കുകൾ സംസാരിക്കുന്നതാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്നെ അനുമോദിക്കാനും കളി കാണാനും കൂടി എത്തിച്ചെന്നിരിക്കുന്ന എൻ്റെ നല്ലതായ നാട്ടുകാരെ, ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം സ്നേഹവും എൻ്റെ കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഹലോ, മത്സരം ഉടനെ ആരംഭിക്കുന്നതാണ്. മത്സരം ഉടനെ ആരംഭിക്കുന്നതാണ്. മത്സരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി കാണികളെല്ലാവരും ഗ്രൗണ്ടിന്റെ പുറംവരയോട് ചേർന്ന് നിൽക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാണികളെല്ലാവരും ടീമുകളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അലങ്കരിച്ചിരിക്കുന്നത് മധ്യമാകാലുള്ള ടീമുകളും വരുമാനം കൊടുക്കാൻ പറ്റുന്നു. കാണുവാണെങ്കിൽ പിന്നെ അവരുടെ കാല് കാണാൻ താഴ്ത്തിട്ട് എല്ലാം പറഞ്ഞല്ലോ. അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഇന്നത്തെ ലക്ഷ്യത്തിന്റെ കൂപ്പണുകളോടൊപ്പം നിങ്ങൾക്ക് ഒരു ആൽക്കോളിന്റെ കൂപ്പൺ കൂടി കിട്ടുന്നതാണ്. ഈ ആൽക്കോളിന്റെ കൂപ്പൺ ജോലിപ്പിച്ച് ഫൈനൽ ദിവസം രാവിലെ 10 മണിക്ക് മുമ്പ് ലഭിക്കേണ്ടതാണ്. സീക്കോയുടെ 26ാമത് വാർഷികാഘോഷങ്ങൾക്ക് ഇന്നിവിടെ തിരിച്ചുക വേണ്ടിയാണ്. കഴിഞ്ഞ 9 ദിവസം ഉൾപ്പെടെ 9 ദിവസക്കാലം എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും വഴിത്തലയ്ക്ക് ഒരു ഉത്സവത്തിന്റെ ചായ പകർന്നുകൊണ്ട് സീക്കോ അതിന്റെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ജൂബിലിയെ അപേക്ഷിച്ച് പരിപാടികൾ അത്രയും ഗംഭീരമല്ലായിരുന്നുവെങ്കിലും
നമ്മുടെ ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിനനുസരിച്ചുകൊണ്ട് സീക്കോ ക്ലബിന് പല പരിപാടികളും ചെയ്ത് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ ഉദാഹരണമാണ്. ടൂർണമെന്റ് തീർച്ചയായിട്ടും കെ പി ചാക്കോയുടെ സൺസിന്റെ ഒറ്റ വ്യക്തിയുടെ അവരുടെ മാത്രം സംഭാവന കൊണ്ട് മാത്രമാണ് ഈ ടൂർണമെന്റുകൾ നടന്നു പോകുന്നത്. അപ്പോൾ കെ പി ചാക്കോയുടെ സൺസിനോട് ഞങ്ങൾക്ക് എന്നും കടപ്പാട് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് സീക്കോ സംഘടിപ്പിച്ചതിലുപരിയായിട്ട് പല നല്ല പ്രവർത്തനങ്ങളും കഴിഞ്ഞ വർഷം മുതൽ സീക്കോ പായസമേള സംഘടിപ്പിച്ചു. ഈ വർഷവും ഇന്ന് സമാപനത്തോടനുബന്ധിച്ച് അതിന് ഞങ്ങൾക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മുൻപ് ഇന്ത്യക്ക് നെഹ്റു കപ്പ് നേടുന്ന പ്രദീപിന് നമ്മൾ കഴിഞ്ഞ ദിവസം സ്വീകരണം നൽകുകയുണ്ടായി. അങ്ങനെ പല പരിപാടികളും സീക്കോ 26ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ഈ പരിപാടികളെല്ലാം തന്നെ വഴിത്തലയിലെ നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും എല്ലാം സഹകരണം കൊണ്ട് മാത്രമാണ് നടന്നത്. 26ാമത് വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 26 വർഷങ്ങൾക്ക് മുമ്പ് ചേർന്ന് സ്വപ്നം കണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, വൈദ്യുതി ഒരു നല്ല രീതിയിൽ ടൂർണമെന്റ് നടത്തുക. ആ ടൂർണമെന്റ് 26 വർഷമല്ല അതിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ശ്രീ KL തോമസ് ഇരുമേലിക്ക് 20 വർഷത്തോളം നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റായിരുന്നു. അതിനുശേഷം VP പ്രഭാകരനും ഞാനുമായി സഹകരിച്ച് ഈ നാട്ടിൽ മുഴുവൻ ആഭാരവസ്ഥ ജനങ്ങൾ സീക്കോയുടെ പ്രവർത്തനങ്ങൾ അകമഴിഞ്ഞ് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ജൂബിലി ആഘോഷങ്ങൾ നമ്മൾ ഇടുക്കി ജില്ലയുടെ തന്നെ ഏറ്റവും വലിയ ആഘോഷമായി മാറി.